ആയുധങ്ങളോ മൂർച്ചയുള്ള ഉപകരണങ്ങളോ ഹറമിൽ കൊണ്ടുപോകുന്നതിന് നിരോധനമുണ്ടെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. മക്കയിലെ ഹറം പള്ളിയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഏതാനും മാർഗനിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. ഗതാഗത കുരുക്കില്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങളും ഇതോടൊപ്പമുണ്ട്. പുണ്യ റമദാൻ മാസത്തിൽ ഉംറ ചെയ്യുവാനായി ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മക്കയിലെ ഹറമിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആരാധകരുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ സൗദി ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഹറമിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിനും പുണ്യസ്ഥലത്തിന്റെ പവിത്രത സംരക്ഷിക്കുന്നതിനും അധികൃതർ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. എല്ലാ സന്ദർശകർക്കും സുഗമവും ആത്മീയവുമായ അനുഭവം സാധ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ അധികൃതർ നടത്തുന്നുമുണ്ട്. ഹറമിലേക്കോ പരിസരത്തോ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ മൂർച്ചയുള്ള ഉപകരണങ്ങളോ കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട്. ഹറമിനടുത്ത് സംഭാവനകൾ ശേഖരിക്കൽ, ഭിക്ഷാടനം, മോട്ടോർ സൈക്കിളുകളുടെയും പ്രവേശനം, പുകവലി, അനധികൃത വിൽപ്പന എന്നിവ നിരോധിച്ചിട്ടുണ്ട്. ആത്മീയ അന്തരീക്ഷത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും മന്ത്രാലയം നിരോധിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ലഗേജുകളുമായി പള്ളിയിൽ പ്രവേശിക്കരുത്. മുറ്റത്തോ പള്ളിയുടെ ജനാലക്കരികിലോ സാധനങ്ങൾ ഉപേക്ഷിക്കരുത്. പള്ളിയുടെ ജനാലകളിൽ ബാഗുകളോ വസ്തുക്കളോ തൂക്കിയിടരുത്. ഉംറയും അനുബന്ധ ചടങ്ങുകളും നടക്കുന്ന സ്ഥലങ്ങളിൽ ആചാരങ്ങളുടെ ശാന്തത സംരക്ഷിക്കുകയും മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കുകയും വേണം. ഹറമൈൻ ഹൈസ്പീഡ് റെയിൽവേ, ഷട്ടിൽ ബസ്സുകൾ, ടാക്സികൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവ വഴി എത്തുന്നവർക്കുള്ള പ്രവേശന വഴികൾ പാലിച്ചിരിക്കണം. മക്കക്കകത്തും പുറത്തുമുള്ള പാർക്കിംഗ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാഫർ അലി പാലക്കോട്, മാതൃഭൂമി ന്യൂസ്, മക്ക.